കേരള രാഷ്ട്രീയത്തിൻ്റെ അതികായകൻ ഭീഷ്മാചാര്യൻ എന്നൊക്കെ പറഞ്ഞ പദവിയിലേക്ക് മാണിസാറിനെ പരിഗണിക്കാമെങ്കിലും മാണിസാറിന് രണ്ട് കാലും ഇപ്പോഴും പാലയിൽ ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ്. നമ്മുടെ കാലിനടിയിൽ നിന്ന് മണ്ണ് പോകരുതല്ലോ. നമ്മൾ എവിടെയാണ് കാല് ചവിട്ടിയിരിക്കുന്നത് ഉറച്ചു നിൽക്കണം. അപ്പോൾ പാലായിലാണ് എൻ്റെ കാല്, അവിടെ ഉറച്ചു നിൽക്കണമല്ലോ. അപ്പോൾ ബന്ധത്തിലൊരു ഉലച്ചിലുണ്ടാകിയല്ലോ ഒരിക്കലുമേ. മാണിസാറിനെ പാലയിൽ നിന്ന് മാറ്റാൻ പറ്റുന്നില്ല, പാലയ്ക്ക് മാണിസാറിനെ മാറ്റാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ പാലയുടെ ഒരു പ്രതിനിധിയായിട്ട് ഒരാളിങ്ങനെ വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. വരട്ടെ. പാല എന്ന് കേൾക്കുമ്പോൾ കെ മാണി എന്നേ ഓർമ്മ വരത്തുള്ളൂ. കാരണം എവിടെയൊക്കെ ഏതൊക്കെ രാജ്യത്ത് ഞാൻ ചെല്ലുമ്പോഴും മാണിസാറിൻ്റെ നാട് എന്നാണ് പാലയെ പറ്റി പറയുന്നത്. അദ്ദേഹം പാലയ്ക്ക് വേണ്ടി ഇപ്പോൾ പാലയിൽ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, കുണ്ടും കുഴികളില്ലാത്ത റോഡും പാലയുടെ വികസനം അതൊക്കെ മാണിസാറിൻ്റെ കൈകളിൽ ഭദ്രമാണ്. പാലയിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച സ്ഥാനാർത്ഥി, ഏറ്റവും കൂടുതൽ ഇതുവരെ അദ്ദേഹം തോൽവി എന്താണെന്ന് പാലയിൽ നിന്നിട്ട് അറിഞ്ഞിട്ടില്ല. കാരണം പാലക്കാർ അത്രത്തോളം അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. മാണിസാറിന് കുട്ടി അറിയോ? റിമിറ്റോമി ഞങ്ങളുടെ അഭിമാനമല്ലേ, പാലായുടെ അഭിമാനമാണ് റിമിറ്റോമി. മാണിസാർ രാഷ്ട്രീയത്തിൽ കാണിക്കുന്ന കസർത്ത് മുഴുവൻ സ്റ്റേജിൽ കിടന്ന് ഈ റിമിറ്റോമി കളിക്കാറുണ്ട്. മാണിസാറിൻ്റെ രാഷ്ട്രീയത്തിലെ ചടുലമായ നീക്കങ്ങളാണ് എനിക്ക് സ്റ്റേജിൽ ഇതുപോലെ പെർഫോം ചെയ്യാൻ എനിക്ക് ഒരു ഇൻസ്പിറേഷൻ ആകുന്നതെന്ന് റിമിറ്റോമി പറഞ്ഞു. കേട്ടിട്ടില്ലേ? എന്നിട്ട് പറയും, ഇത് കൊടുക്കരുതേ, പക്ഷെ ഇത് മാണിസാറോട് പറയുകയും ചെയ്യണം. രഹസ്യമായിട്ട് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു JB ജംഗ്ഷനിൽ പറഞ്ഞു. പാല മാണിസാറിനൊരു വീക്ക്നെസ്സാണ്. പല വീക്ക്നെസ് ഒന്നുമില്ല. എൻ്റെ ഒരു എന്താ കാഴ്ചപ്പാടുണ്ട്. പാലായിലേക്ക് ഞാനുണ്ടോ? പാലായല്ലേ എന്നെ വളർത്തിയത്. അപ്പോൾ എനിക്ക് പാലായി വിസ്മരിക്കാൻ ഒക്കുമോ? അതുകൊണ്ട് ഞാൻ പാലായിക്ക് വേണ്ടി മാത്രമല്ല, MLA എന്നുള്ള നിലയിൽ പാലായിക്ക് വേണ്ടിയും ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിന് വേണ്ടിയുമാണ് ഒരു പ്രവർത്തനം. അപ്പോൾ പാലായും കേരളവും ആ നിലയിൽ ഒന്ന് ഒരുമിച്ച് ചെയ്യേണ്ടതൊക്കെ ഡ്യൂവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഡ്യൂവായിട്ട് ചെയ്യുന്നു. മാണിസാർ പറഞ്ഞത് MLA എന്ന നിലയിൽ പാലയ്ക്ക് വേണ്ടിയും ധനമന്ത്രി എന്ന നിലയിൽ കേരളത്തിന് വേണ്ടിയാണ്. ഇടയ്ക്ക് ഈ ഫൈനർ പോയിന്റിൽ ചില ഡിസ്റ്റോർഷൻസ് സംഭവിക്കുമെന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. ഇല്ല, അങ്ങനെ ഒരു ഡിസ്റ്റോർഷനും ഇല്ല, വളരെ കറക്റ്റാണ്. കറക്റ്റ് ആണോ? ഞാനിതെല്ലാം ബാലൻസ് ചെയ്താണ്. മാണിസാറിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാണിസാറിനോട് ഈ പരിപാടിയിലെല്ലാം നമ്മൾ കൊടുക്കും. അപ്പോൾ അതിൽ മാണിസാർ അവിടെ റോഡ് വികസനം മേൽനോട്ടം നടത്തുന്ന ദൃശ്യങ്ങളാണിത്. ഒരു ഹെഡ് മാസ്റ്ററുടെ ഭാവം ഉണ്ട് കേട്ടോ അതിനകത്ത്.